നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവർ ഒടുക്കം ഫോൺ ചോർത്തൽ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാകും എന്നാണ് തോന്നുന്നത്. ഈ പോക്ക് പോയാൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ തന്നെ അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയേക്കാം. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ ചെറുക്കാൻ വേണ്ടി ഉപയോഗിച്ച പോലീസ് സംവിധാനം ദുരുപയോഗം നടത്തി അന്യായമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഫോൺ ചോർത്തിയതായാണ് വാർത്തകൾ വരുന്നത്. ADGPയുടെ ഫോൺ ചോർത്തിയ ആൾക്ക് മുഖ്യമന്ത്രിയുടെ ഫോണും ചോർത്താൻ നിഷ്പ്രയാസം സാധിക്കും. അതിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാകില്ലല്ലോ. കേന്ദ്ര ഏജൻസി തൂക്കിയെടുത്ത് അന്വേഷിക്കേണ്ട കേസാണ് സത്യത്തിൽ ഇത്. ആരുടെയൊക്കെ ഫോൺ ഇയാൾ നിലവിൽ ചോർത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി അന്വേഷിക്കണം. ചോർത്തൽ വാർത്ത പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിയ MLAക്കെതിരെ ഉചിതമായ നടപടി ഗവർണർ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ PFI നേതാക്കൾക്കൊപ്പം അവിടെ ഇടുകയും ചെസ്റ്റ് നമ്പർ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുമോ ഈ സോഷ്യൽ മീഡിയയിലെ അമ്പറിക്ക എന്ന PV അൻവർ എന്നേ ഇനി അറിയാനുള്ളൂ. എന്തായാലും ഒരു MLA എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നതൊക്കെ കുറച്ച് കടന്ന കൈകളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ സ്വന്തം മുന്നണിക്കെതിരെ തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നു, വിമർശനം നടത്തുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നിലപാടുകൾ വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിൽക്കേണ്ടതില്ല എന്ന തരത്തിൽ പോലും അദ്ദേഹം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിനെ തന്നെ ജനാധിപത്യ രീതിയിൽ ജയിച്ചു കയറി വന്ന പാർട്ടികളെയും മുന്നണികളെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ചില മര്യാദകളൊക്കെ ഉണ്ട്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന PV അൻവർ എന്ന MLA ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സഹികെട്ടിട്ട് അവരുടെ കൂട്ടത്തിലുള്ള MLAമാർ തന്നെ PV അൻവർ എല്ലാ ദിവസവും വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട, അയാൾക്ക് ഇത് തന്നെയാണോ പണി എന്ന തരത്തിൽ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇതിനെന്തെങ്കിലും മറുപടി പറയുകയോ അല്ലെങ്കിൽ നടപടിയൊക്കെ എടുക്കേണ്ട ആൾ, അതായത് പ്രധാനപ്പെട്ട ആൾ എന്ന് നമ്മളൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ എന്നൊരക്ഷരം പോലും ഇതുവരെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമ്മൾ മലയാളികൾ കാണുകയുണ്ടായി. നമുക്കെല്ലാം അത് ഒരു അത്ഭുതമായിരുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പോൾ മൈക്ക് പണിമുടക്കിയാൽ അദ്ദേഹം മൈക്കിനോടും മൈക്ക് ഓപ്പറേറ്ററോടും ഒക്കെ കോപിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായി മൈക്ക് പണിമുടക്കിയപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മൈക്ക് ഓപ്പറേറ്ററോടും അദ്ദേഹം കുശലം പറയുന്നു, അവരോട് ചിരിക്കുന്നു, സംസാരിക്കുന്നു. വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവം എല്ലാം പോയി എന്ന് തോന്നുന്നു. ഇനി അതുകൊണ്ടാണോ ഈ PV അൻവറിനുള്ള മറുപടിയൊന്നും ഇതുവരെ കൊടുക്കാത്തത്, അതോ PV അൻവറിനും ഇദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാവും എന്നുള്ള ബോധ്യം ഇയാൾ കൊള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം മരുമകൻ പറഞ്ഞതിന് പ്രകാരം കേരളം കത്തുന്ന ഏതെങ്കിലും വിഷയം നടക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും സിനിമ കാണുകയായിരിക്കും എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. ഇനി അങ്ങനെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ എല്ലാ ദിവസവും പിണറായി വിജയൻ സിനിമ കാണുകയായിരിക്കും. കാരണം എല്ലാ ദിവസവും സിനിമ കാണാനുള്ള വകുപ്പുകൾ PV അൻവർ എന്ന സ്വന്തം മുന്നണിയിലെ തന്നെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ അനുഭാവി തന്നെ ഓരോ ദിവസവും ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. മാത്രമല്ല PV അൻവറിനെതിരെ ADGP അജിത് കുമാർ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ അഥവാ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിധ്വംസക ശക്തികളോട് കൂട്ടുചേർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണത്രേ ഇദ്ദേഹം ഓരോ പരാമർശവും പ്രസ്താവനയും നടത്തുന്നത് എന്നാണ് ഒരു ഭരണകക്ഷി MLAക്കെതിരെ സംസ്ഥാനത്തെ ADGP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ നടത്തിയ വെളിപ്പെടുത്തൽ. നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാനാണ് എന്ന് ശരിക്കും എന്താ പറയുക, അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുക എന്നേ ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ എത്ര ദിവസമായിരിക്കും ഇവിടെ കിടന്ന് അതും വെച്ച് ചർച്ച ചെയ്യുകയും ഒരു ബന്ധവുമില്ലാത്ത നരേന്ദ്രമോദിയെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചിട്ട് ഏതൊക്കെ തരത്തിൽ ഇവർ അത് ചർച്ച ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴേ എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് ഈ കേരളത്തിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരികയുള്ളൂ.